ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില രഹസ്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണം. പക്ഷേ പലരും എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് പല പല പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടുകയും ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോൾസ്, അതായത് നിങ്ങളുടെ ലക്ഷ്യം. എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗോളൊക്കെ ഉണ്ടാകും അല്ലേ? ഈ ഒരു ഗോള് നടന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. നിങ്ങളുടെ സന്തോഷങ്ങളിൽ എല്ലാവരും ഒരേപോലെ സന്തോഷിക്കണം എന്നില്ല. അതിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഉറ്റ സുഹൃത്താണെങ്കിൽ പോലും. ലൈഫിൽ പരാജയപ്പെട്ടവരോട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഗോള് അല്ലെങ്കിൽ നിങ്ങളുടെ എയിം എന്താണെന്ന് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതാണ്, ഇത് ഞാൻ സാധിച്ചെടുക്കും എന്ന് നിങ്ങൾ ഒരിക്കലും അവരോട് പറയരുത്. കാരണം അവരപ്പോൾ തന്നെ ഉള്ളിൽ വിചാരിക്കും, ഓ ഇവനെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്നും വിചാരിച്ചിട്ട് ഒരു നെഗറ്റീവായിരിക്കും അവർ ചിന്തിക്കുക. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ നന്നായി കാണണം അല്ലെങ്കിൽ നല്ല ഉയരത്തിൽ എത്തണം എന്ന് പരാജയപ്പെട്ടവർ ഒരിക്കലും ആഗ്രഹിക്കണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ വിജയിച്ച ആളുകളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നടന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം, എല്ലാവരും അത് ചെയ്യുന്നത് വളരെ നല്ലതുമാണ്. പക്ഷേ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിങ്ങനെ നടക്കാതിരിക്കുക. പലരും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും? ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഇടുന്നത് എന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർ ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരും ഉണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യുന്ന വളരെ നല്ല ഒരു പ്രവർത്തനമാണ്. പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഇത് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നാളെ ഒരു ദിവസം ആളുകൾ പറയുക എന്തായിരിക്കും? ഓ അവനത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് എന്നേ പറയത്തുള്ളൂ. നിങ്ങളുടെ നെഗറ്റീവായിരിക്കും അവിടെ ആളുകൾ കാണുന്നത്. സോ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, പക്ഷേ അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറ്റം പറച്ചിലാണ്. നിങ്ങൾ ആരോടെങ്കിലും ഒരു വ്യക്തിയുടെ കുറ്റം പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി വിചാരിക്കുക എന്താണ്, ഇന്നവൻ എന്നോട് അവൻ്റെ കുറ്റം പറഞ്ഞു, സോ നാളെ ഇവൻ എൻ്റെ കുറ്റമായിരിക്കും മറ്റുള്ളവരോട് പറയുക എന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കുറ്റം ഈ ഒരു വ്യക്തിയോട് പറയുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യം മനസ്സിലാകണം എന്നില്ല. അവിടെ നിങ്ങളുടെ ക്യാരക്ടറിനെ ആ ഒരു വ്യക്തി നെഗറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ കാണുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ കുറ്റം ഇങ്ങനെ മറ്റുള്ളവരോട് പറയാതെ അതൊക്കെ സ്വയം ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുക. ഇതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നർ ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ കുറേ അധികം ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിപ്പോൾ നല്ലതാവാം, ചീത്തയാവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങളിത് മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് കേൾക്കാനും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാകും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ആൾക്കാരൊക്കെ ഉണ്ടാകണം എന്നില്ല. സോ നിങ്ങളുടെ ഇന്നർ ഫീലിങ്സ് അല്ലെങ്കിൽ ഇന്നർ തോട്ട്സ് ഒക്കെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. ഇതാണ് നാലാമത്തെ ഒരു പോയിന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.